ഹലോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നിപ്പോൾ ഡേറ്റ് എത്രയെന്ന് ഓർമ്മയില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് കുറേ ആയി. അത് ഞാൻ ചത്തപ്പോൾ ഞാൻ നിർത്തിട്ടോ, ഞാൻ വേണ്ട വെച്ചു. നെതർ ഹബിൻ്റെ പണിയിലായിരുന്നു. ഈ ഒരു വീഡിയോ ഇത് ഞാൻ വേൾഡ് തുടങ്ങിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇഷ്ടപ്പെട്ടോ? പിന്നെ നൈറ്റാണല്ലോ ഇവിടെ. ഞാനിപ്പോൾ എന്ത് പണി ചെയ്യുന്ന ആലോചിച്ച്, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഈ ഏരിയ ഇഷ്ടപ്പെട്ടോ എന്നാൽ ഒരു ലൈക്ക് അടിക്കൂ. പിന്നെ നെതറൈറ്റ് ആർമറാക്കി, അത് സസ്പെൻസ്. ഞാനിത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, എനിക്ക് കിട്ടിയതാണ്. നെതറിൽ നിന്ന് മറ്റേ പിങ്ക്ലിങ്സിൻ്റെ ഹൗസില്ലേ, അവിടെ നിന്ന് കിട്ടിയതാണ്. എത്ര 3 നെതറൈറ്റ് കിട്ടി. അപ്പം ഞാൻ എൻ്റെ ആർമറിലോട്ടാണ് ഇട്ടു. നെയ്യന്മാർ കാരണം എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട് ഈ ഒരു ഏരിയ. സ്വിച്ച് മാറി നിൽക്കിയാൽ ചിലപ്പോൾ തല്ലിക്കൊല്ലും. ഇവനല്ല ഇവൻ എനിക്ക് പിക്കാക്സ് തരുന്നുണ്ട് ഡയമണ്ടിൻ്റെ ഒരു 14. എടാ ഇതെന്താ ഓഫർ കിട്ടണം എനിക്ക്. ഓഫർ കിട്ടണം ഇതിൽ തോന്നണത്. ബാക്കിലൊരു സോംബിൻ്റെ സ്പോണറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓഫർ. ഇവന്മാരെനിക്ക് ഓഫർ തരുന്നുണ്ട്. സ്പോണർ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ആ തലക്കല്ല ചെങ്ങായി എനിക്ക് ഇത് തരുന്നില്ല. തലക്കല്ല ചെറുക്കം തരുന്നില്ല ഓഫർ. ഇവന്മാർ രണ്ടുപേരും തരുന്നില്ല. ഉണ്ടോ? ഇവന്മാർ അതേ റേറ്റിനാണ് സാധനം വിൽക്കുന്നത്. ഉപകാരമില്ലാത്ത ബുക്കാണ്. എന്തോ പ്രൊട്ടക്ഷൻ 4ഉം ഫോർച്യൂൺ 3ഉം. ഇത് മെൻഡിങ്. ഇവ മെൻഡിങ് ഒരു ഡയമണ്ടിന് അല്ല, ഒരു എമറാൾഡിന്. ഇതുണ്ടോ? മെൻഡിങ് ഒരു എമറാൾഡിന്. എന്ത് നല്ല ലെക്കാലെ. ഇവിടെ അല്ല, എല്ലാവരും ഒരു എമറാൾഡിനാണ് സാധനം തരുന്നത്. ഒക്കെ ഒരു എമറാൾഡ്. അതെന്താണ് ഇത് തോന്നണത്? അതന്നെ സ്പോണർ അവിടെ ഉണ്ടായോണ്ട്. ഡ്രാഗനെ കൊന്നു. അല്ല, ഇപ്പോൾ പരിപാടി നടക്കില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡ്രാഗനെ കൊന്നു. കീബോർഡിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ അധികം ആൾക്കാരും പറയണ്ടായിരുന്നു. നിങ്ങളല്ല കേട്ടോ, കമൻറ്റിലല്ല. കമൻ്റ് ആരോടെ അല്ല, അത് നാട്ടുത്തോല് പറയുന്നത്. ഇവിടെ ഇവിടെ ഒരു സ്പോണറിന്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ, തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റേതും വില്ലേജർമാരും. ചിലപ്പോൾ ഇവന്മാർ പേടിച്ചിട്ട് സാധനം തന്നതേക്കും. നമ്മുടെ അണ്ണനാണത്. നമുക്ക് ഒരു എമറാൾഡിന് കൊടുക്കി. സെൻട്രൽ ഫാം ഉണ്ടാക്കി. സെൻട്രൽ ഫാം എത്രയോ ഒരു ദിവസം ഞാൻ മെനക്കെട്ടിരിക്കുന്നു. ഫാം 3-4 മണിക്കൂർ കൊണ്ട്, അല്ല 1-2 മണിക്കൂർ കൊണ്ടും ഫാമൊക്കെ ഫുള്ള് സെറ്റായി. പക്ഷേ ആ ജന്തുവിനെ അതിൽ സ്പോൺ ചെയ്യാൻ പടച്ചോനെ നിനക്കറിയൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഗെയിം വരെ നിർത്തിയാലോ എന്നാലോചിച്ചു.
പിന്നെയും കളിച്ചണ്ടല്ലേ വിചാരിച്ച് നമ്മൾ നേരാക്കി. കുറേ നേരം പിടിച്ചിരിക്കണം ആ ഒരു ഫാം നേരാക്കാൻ വേണ്ടി. ഫാം കാണിച്ചായിരുന്നു, പക്ഷേ കീബോർഡ് വെച്ച് പോയാൽ ചിലപ്പോൾ ചാവും. എന്നാലും കാണിച്ച് തരുന്നില്ല. അതിൽ കാണിച്ചു തരാം. അവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഈ നെറ്റില്ല. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എന്ന് അപ്ലോഡ് ചെയ്യണമാവും. എന്താ പറഞ്ഞത്, ഇന്നിപ്പോൾ ഒരു ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഫസ്റ്റ് ചൊവ്വാഴ്ച അതറിയില്ല. ഒരു ചൊവ്വാഴ്ചയാണ്. ഇനി അടുത്ത ഈ വീഡിയോ എന്നാ വരിക എന്നറിയില്ല. കീബോർഡ് വെച്ച് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നിലത്ത് കഴിഞ്ഞാടും. ബലൂണൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത്. ഞാൻ ഓവറായിട്ട് ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു നീക്കലിന് ഇത്ര പോകണ്ടേ. നമ്മളെ കജ്ജോണ്ട് നീക്കണ പോലെയല്ലല്ലോ, അല്ലെങ്കിൽ മൗസ് കൊണ്ട് നീക്കണ പോലെയല്ല. കീബോർഡ് ഓൺലി ആകുമ്പോൾ കീബോർഡ് ആരോ മാർക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പോവാണ്. ഞാൻ അതാണോ ആ ഒറ്റ വരിയുള്ളൂ. ഈ വരി കൂടി ഇങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ പിന്നെ ഷിഫ്റ്റ് അടിച്ച് ഇങ്ങനെ പോകാം. ഫോണടിയിൽ ഇങ്ങനെ ഷിഫ്റ്റ് അടിച്ച് ഇങ്ങോട്ട് തന്നെ അല്ലേ. ഒരു മിനിറ്റ് കേട്ടോ. ഇങ്ങോട്ട് തന്നെ. ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇതൊന്നും നേരാക്കണുള്ളൂ. ഈ ഹബ്ബ് നെതർ ഹബ്ബ് അങ്ങോട്ട് നേരാക്കിയിട്ടില്ല. നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മറ്റേ ബലൂണും ഒക്കെ തിരിച്ചിട്ടിട്ട് കൊല്ലാൻ നോക്കും. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ 2 വരി കൊടുത്തിട്ടുള്ളൂ. 3 വരി ഉണ്ട് കാരണം അപ്പുറത്ത് കൂടി പോയാൽ ചിലപ്പോൾ ലാബിൽ പോയി ചത്ത് പണ്ടാറടങ്ങും. പിന്നെ ഗ്ലിച്ച് ഉണ്ട്. ബഗ് റോക്ക് അഡീഷന് ഗ്ലിച്ച് ഉണ്ട്. ഇതിനി ലോഡാവില്ലേ. ഇതിലിങ്ങനെയാണ്. ഫോണ് സപ്പോർട്ടില്ലായിട്ടാകും. എത്ര 12 ചങ്കൊക്കെ ഉള്ളു ടച്ച്. മാക്സിമം 12 ചങ്ക്. നല്ലൊരു ഫോണാണെങ്കിൽ 10-30 ചങ്കൊക്കെ കിട്ടണ്ടേ അല്ലേ. ഗ്ലിച്ചാവണത് കേട്ടോ. കറക്റ്റാണ് നോക്കട്ടെ. എൻ്റെ ലൈറ്റ് ചാടി അറിയാൻ കറക്റ്റാണ്. അപ്പം കറക്റ്റാണ്. മറ്റേത് അതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കും. എന്താ പറഞ്ഞത്, ഇതിൻ്റെ മേലെ അവിടെയാണ് ഫാം വരുന്നത്. നമ്മുടെ കാണിച്ചു തരാൻ വേണ്ടി പോയി ചത്ത എൻ്റെ നെതറൈറ്റ് ഫുള്ള് പോകും. പേടിയുണ്ട്. ചത്ത് പടച്ചോനെ ചത്തീന്ന്. ഞാനേ കീബോർഡ് ഓഫാക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഫാമും കാണൂല. പിന്നെ ഞാൻ ആദ്യം തൊട്ട് പിന്നെയും കളിച്ചേണ്ടി വരും. പക്ഷേ ഈ കജ്ജക്ക് പൊടിച്ച സൗണ്ടിന് പ്രശ്നം വരും. അതാണ് സൗണ്ട്. ഞാനിങ്ങനെ കജ്ജ് വെക്കുമ്പോൾ സ്പീക്കറിൽ തട്ടിയിട്ട് സൗണ്ടിന് ചെറിയ പ്രശ്നം വരും. പിന്നെ ഈ ഫാം ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് 2 ലൈക്ക്, ഈ വീഡിയോക്ക് 2 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഫാം ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അടുത്ത ഫാം ഉണ്ടാക്കണേക്കാരം. നല്ല വർക്കഡ് ഫാമാണ്. ഇതാണ് XP ഫാം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിവിടെ അങ്ങനെ നിന്നാൽ മതി, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ മെൻഡിങ് ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ റിപ്പയർ ചെയ്യാനും പറ്റും. ഞാൻ അതിനായിട്ട് ഉണ്ടാക്കിയതാണിത്. കുറച്ച് എൻചാൻറ്റ്മെൻറ്റ് ചെയ്യാനല്ലോ എന്ന് വിചാരിച്ച്. എൻ്റെ പിക്കാക്സൊക്കെ പൊട്ടാനായി കിടക്കാം. പിന്നെ ആർമർ ഫുള്ള് റിപ്പയർ ആയി കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ റിപ്പയർ ചെയ്ത് ഫുള്ളാക്കട്ടോ. $45 ലെവൽ കണ്ടോ. ഇതിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയ ലെവലാണ്. ഇതിലല്ല, ഈ ഗുജിൽ നിന്നുകൊണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യണ നിങ്ങളെ കാണിച്ചു തരാമെന്നല്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ പിന്നെ പണ്ട് ഞാൻ ഈ ഗെയിമൊക്കെ കളിച്ചില്ലേ, ഞാൻ അന്ന് കളിച്ചിരുന്ന വീഡിയോ ആണിത്. നിച്ചെന്നെ കാണാൻ. അല്ല അപ്പം
ഇത് ആരും കാണൂല. നമ്മുടെ പിക്കാക്സ് ഫുള്ളായിട്ട് പോവാം കേട്ടോ. നല്ല വർക്കഡാണ്. ചാടി കൊണ്ടേയിരിക്കും. എൻഡർപ്പേൾ അൺലിമിറ്റഡ് എൻഡർപ്പേൾ. ഈ ഒരു ഫാം ഉണ്ടാക്കണമെങ്കിൽ 2 ലൈക്ക് ഈ വീഡിയോൻ്റെ ടാർഗറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഗെയിം ഇവിടെ വെച്ചൊന്ന് ബാക്ക് അടിച്ചാലോ. നമുക്ക് ഇവിടെ വെച്ച് ബാക്ക് അടിച്ച വല്ല ബഗ്ഗും സംഭവിച്ച് ചിലപ്പോൾ ഞാൻ അടുത്ത് കയറുമ്പോൾ ഞാൻ ചിലപ്പോൾ ഭൂമിൻ്റെ അടിയിലേക്ക് പറയാൻ പറ്റില്ല. എലൈറ്റർ എടുത്തിട്ടില്ല, എലൈറ്റർ എടുക്കാൻ പോകണം, സമയം കിട്ടിയില്ല. ഇതിൽ എന്തോ ഓണായി കിടക്കുന്നുണ്ട്. അതാണ് ഇനി ഓടുമ്പോൾ ഇതാവണില്ല. ക്യാമറ ഇങ്ങനെ ബാക്കിലോട്ടാവണ്ടേ. ഇതാണ് അതല്ല, ഇതാണ് തോന്നുന്നു. വ്യൂ ഒപ്റ്റിമൈസ്. അയ്യോ, ഇതന്നെ. ഈ ക്യാമറ ഇങ്ങനെ കുലുങ്ങണം. ഈ നോർമൽ പോകുമ്പോൾ ഒരു വൈബില്ല. കുലുങ്ങി പോകണ്ടേ നമ്മൾ. അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോ. ഇനി നമുക്ക് വേറെ ഗെയിം കളിച്ചാൽ ഒരൊറ്റ. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് ബാക്ക് അടിച്ചാൽ ഓക്കെ, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർ റേസിങ് കളിച്ചാൽ. ഇതിൽ പിന്നെ സൗണ്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് ചൊറയാവോ? വർക്കിംഗ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വർക്കാവുണ്ടെന്ന്. മ്യൂസിക് ഉണ്ട്, കോപ്പിറൈറ്റ് അല്ല. ഇല്ല, വീഡിയോക്ക് ഫുള്ള് കോപ്പിറൈറ്റാണ്. ഞാൻ കുറേ മ്യൂസിക്കും ഒക്കെ കൊടുത്തോണ്ട് ഇതിൽ സൗണ്ട് കുറക്കാൻ പറ്റുമോ? അത് ഓവറാലേ സൗണ്ട് അവിടെ. മ്യൂസിക് ഒരു മ്യൂസിക് ഫുള്ള് കുറച്ചിട്ട് നൈറ്റ് ബ്രൈറ്റ്നെസ്. അത് കുഴപ്പമില്ല. ഓക്കെ, ഇത് മതി. നമുക്ക് ഒരൊറ്റ റൈസിങ് കൂടി കളിച്ചിട്ട് നിർത്താം. ഇനി നമുക്ക് കീബോർഡ് ഉപയോഗിച്ച്. കീബോർഡ് ഇപ്പോൾ വർക്കാവുന്നില്ല. ഒരു മിനിറ്റ്. എന്താ വർക്ക്? അടിയിലാണ് കിടക്കണേ, ഞാൻ നോക്കിയിട്ടില്ലേ. ഒറ്റ റൈസിങ്, ജയിച്ചാലും തോറ്റാലും ഇത് മതി. ലാസ്റ്റത്തെ വീഡിയോൻ്റെ ലാസ്റ്റ്. കീബോർഡ് കളിച്ചാൽ കാറിൻ്റെ സൗണ്ട് അത്രയും കൂടുതൽ. അതാ സ്പീഡ് കുറഞ്ഞല്ലോ. ഇവിടെ വളക്കാൻ ഇത് മറ്റേ ഹാൻഡ് ബ്രേക്ക് വെക്കാൻ പറ്റില്ല. ബീച്ച് നിൽക്കാൻ പറ്റില്ല. കീബോർഡിൽ എയും ഡബ്ല്യൂയും എസ് ഒക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ബിയും വെക്കണം, സ്പേസ് ബാർ വെക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. സ്പേസ് ബാറും മറ്റേ സി നോക്കാൻ പറ്റില്ല. സി ബാക്കിന്, പക്ഷെ ബി കുറച്ച് ഇപ്പുറത്തുണ്ട്. വെച്ച് അത്ര പ്രാക്ടീസ് ഇല്ല. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ശരിയായിട്ടുണ്ടാവില്ല. അതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാനും തോന്നുന്നില്ല. ഒച്ചയും കൂടി അവിടെ വാതിലും കൂടി ഇല്ല റൂമിൽ.
ഒക്കെ പുറത്തേക്ക് വയ്ക്കുക. വാതിലില്ല, അപ്പോൾ അടുക്കളയിൽ പറയുന്ന ഇങ്ങോട്ടും കേൾക്കും. അതാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് റെക്കോർഡിങ് ഫുള്ള് തിരക്കാറ് കൊണ്ടാണ്. എന്നാൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാറ്റ് കയറിയെന്നോ കാറ്റിൻ്റെ കൊണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. കണ്ടിഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്. ബൈ ബൈ.